സിയനയ്ക്ക് ഇന്ന് ഫ്രൈഡ് റൈസ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. എപ്പോഴും പുറത്ത് പോയിട്ടൊക്കെയാണ് ഈ ഫ്രൈഡ് റൈസ് കഴിക്കൽ. ഇപ്പോൾ കുറച്ചാളായിട്ട് പുറത്തൊന്നും പോകില്ല. അപ്പോൾ ഡെൽവിൻ പറഞ്ഞു ഡെൽവിൻ ഉണ്ടാക്കി തരാമെന്ന്. അങ്ങനെ എന്ത് ചെയ്ത് രണ്ടുപേരും കൂടി കിച്ചണിൽ കയറിയേക്കണേനെ. ഓൾറെഡി വെജിറ്റബിൾസ് എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. റൈസും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾസ് ക്യാബേജ്, ക്യാരറ്റ്, ബീൻസാണ്. പിന്നെ സ്പ്രിംഗ് ഓനിയനും സവോളയും പച്ചമുളകും എല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ 3 എഗ്ഗാണ് എടുത്തേക്കുന്നത്. ഞങ്ങൾ ചിക്കൻ ഇട്ടിട്ടില്ല. എഗ്ഗ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ്. അങ്ങനെ ആ എഗ്ഗ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് പിന്നെ സവോളയും പച്ചമുളകും അതൊന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ എല്ലാ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്ത് അങ്ങനെ മിക്സ് ചെയ്ത് അതിലേക്ക് സോയ സോസും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സെറ്റായി വന്നപ്പോഴേക്കും റൈസ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണേണ്. അപ്പോഴാണ് ഈ എഗ്ഗും കൂടി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലും കുറച്ച് സോയ സോസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഓൾറെഡി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലാസ്റ്റ് കുറച്ച് പെപ്പർ പൗഡറും ചില്ലി പൗഡറും ഇട്ട് അപ്പോൾ അത്രയുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചിക്കൻ നിർബന്ധമായിരുന്നു. പക്ഷേ ഇത് കഴിക്കാൻ ചിക്കൻ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്, ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല. ആ ചൂടോടെ നമ്മളിങ്ങനെ കഴിച്ചു പോകും. അങ്ങനെ സിയോന പ്ലേറ്റൊക്കെ ആയിട്ട് ആദ്യമേ റെഡി ആയിട്ടിരിക്കണുണ്ട്. സിയോനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത്ര ഈസിയുമാണ്, നല്ല ടേസ്റ്റുമാണ്, അടിപൊളിയാണ്. കറക്റ്റ് തട്ടുകട സ്റ്റൈൽ ഫ്രൈഡ് റൈസ്.